അപ്പോൾ ഒരു ഉള്ളി വെട്ടു. നല്ല കടലാസ് പൂക്കൾ കാണാൻ നല്ല ഭംഗി. ഒന്നും കാണാൻ വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ചെടിക്ക് വെള്ളം നനയ്ക്കാതെ പൂക്കളുണ്ടാവണം. കടലാസ് പൂക്കൾ എന്ത് ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ കാണാം. വളരെ ഭംഗിയുള്ള പൂക്കളാണ് ചെടിക്ക്. ഇത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കുട്ടികളുടെ പാർക്കാണ്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്. കാണാൻ നന്നായിട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടി നല്ല വലിയ പാർക്ക്. ചിൽഡ്രൻസ് പാർക്ക് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 4 o'clock മുതൽ 8 o'clock വരെ ഓപ്പണാണ്. നല്ല ചെമ്പരത്തിപ്പൂ ഉണ്ടായിട്ട് നോക്ക്. ചെമ്പരത്തിപ്പൂ നല്ലതാണ്. ചെമ്പരത്തി ചായ കുടിക്കുക, ചെമ്പരത്തി എണ്ണ കഴിച്ച് തേക്കാം, ചെമ്പരത്തി മുഖത്ത് തേക്കാം. സൗന്ദര്യത്തിൻ്റെ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ചെമ്പരത്തി. മുടി വളരാൻ, മുഖകാന്തിക്ക് എല്ലാറ്റിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ചെമ്പരത്തി. ഇതൊരു കിണറാണ്. നല്ല മരത്തിലാണ് കിണർ പണി ചെയ്തിട്ടുള്ളത്. വുഡിൻ്റെ വർക്കാണ്. അതിൽ ഫുൾ താമരയാണ് ഉള്ളത്. നല്ല ഭംഗിയുള്ള താമര പൂക്കൾ ഇതിൻ്റെ ഉള്ളിൽ, ഈ കാണുന്ന കിണറിൻ്റെ ഉള്ളിൽ. ഇത് മരത്തിൻ്റെ പണിയിലാണ് ചെയ്തിട്ടുള്ള കിണർ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ താമരപ്പൂക്കളാണ്. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ താമര, നല്ല ഭംഗിയുള്ള താമരപ്പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. മുട്ടാണ്, പൂ വിരിഞ്ഞിട്ടില്ല. ഇതാണ് താമരക്കുളം കിണറെന്ന് പറയും. താമരക്കിണർ എന്ന് പറയുന്നത്. ഇവിടുന്ന് നേരെ വന്ന കുട്ടികളുടെ പാർക്ക്. ഇവിടെയൊക്കെ കുട്ടികളുടെ പാർക്കുണ്ട്. ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ചായക്കട, കുടുംബശ്രീയുടെ ചായക്കടയാണത്. ഇത് കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലങ്ങളാണ്. നല്ല നൈസ്, വെരി നൈസ്. വളരെ നന്നായിട്ടുണ്ട് കാണാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാർക്ക്. ചെമ്പരത്തിപ്പൂ ഇനിയുണ്ട്. ഇഷ്ടംപോലെ ചെമ്പരത്തിപ്പൂക്കളുണ്ട്. നല്ല ഭംഗിയുള്ള ചെമ്പരത്തിപ്പൂക്കൾ. ചെമ്പരത്തിപ്പൂ വളരെ നല്ലതാണ് കേട്ടോ. അത് തിളപ്പിച്ച കാലത്ത് 5 ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. തലയിൽ എണ്ണ തേക്കാം, യൂസ് ചെയ്യാം. ഇതിന് ചെമ്പരത്തിപ്പൂ നല്ലതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ചെമ്പരത്തിപ്പൂവ്. എല്ലാവരും